തിരുവനന്തപുരത്ത് വയോധിക ചിതയൊരുക്കി ജീവനൊടുക്കാൻ ശ്രമം. നെയ്യാറ്റിൻകര സ്വദേശി നളിനി കുമാരിയാണ് വീടിനു പിന്നിൽ ചിതയൊരുക്കി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത സംഭവമാണ് ഇന്ന് നെയ്യാറ്റിൻകരയിലുണ്ടായത്. 67 വയസ്സുള്ള നെയ്യാറ്റിൻകര വളാങ്ങാമുറി സ്വദേശി നളിനകുമാരിയും ഭർത്താവ് ക്രിസ്തുദാസും ഏറെ നാളുകളായി ഒരുമിച്ചാണ് താമസം. കഴിഞ്ഞ 1 വർഷമായി ക്രിസ്തുദാസ് ആരോഗ്യ പ്രശ്നങ്ങളാൽ നെയ്യാറ്റിൻകരയിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഭർത്താവിന്റെ രോഗാവസ്ഥയിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും നളിനകുമാരിയും ഏറെ നാളായി മനോവിഷമത്തിലാണ്. ഇന്ന് രാവിലെയും ഭർത്താവിനെ പരിചരിക്കാനായി ആശുപത്രിയിലെത്തുകയും തുടർന്ന് ബന്ധുക്കളോട് തിരികെ മടങ്ങിവരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയതാണ് നളിനകുമാരി. വീട്ടിലെത്തിയ ശേഷം പുറകുവശത്തെ പുരയിടത്തിൽ വിറകും മറ്റു വസ്തുക്കളും ഉപയോഗിച്ച് ചിതയൊരുക്കി. ശേഷം മണ്ണെണ്ണയൊഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു. തീയും പുകയും ഉയരുന്നത് കണ്ട പ്രദേശവാസികളാണ് നളിനികുമാരിയെ ആശുപത്രിയിലെത്തിക്കുന്നത്. സംഭവ സമയത്ത് ഇവരുടെ കൊച്ചുമകൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. 90% പൊള്ളലോടെ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നളിനകുമാരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. സംഭവസ്ഥലത്തു നിന്നും തീ കത്തിക്കാൻ ഉപയോഗിച്ച മണ്ണെണ്ണ പോലീസ് കണ്ടെടുത്തു. നെയ്യാറ്റിൻകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.